സോ ഈ സെഷനിൽ നിന്ന് നോക്കാൻ പോകുന്നത് ട്രെൻബാറെ വേർബനാണ്. ട്രെൻബാറെ വേർബൻ എന്ന് വെച്ചാൽ സെപ്പറബിൾ വേർബ്സ് ആണ്. സോ ആദ്യം തന്നെ ഇവിടെ ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ട്രെനൻ എന്ന് വെച്ചാൽ ടു സെപ്പറേറ്റും ബാർ എന്ന് വെച്ചാൽ ഏബിളുമാണ്. സോ ഈ പറയുന്ന രണ്ട് വാക്കുകളും ഒന്നിച്ചാണ് സെപ്പറബിൾ വേർബ്സ് എന്ന് ട്രെൻബാറെ വേർബൻ വന്നിട്ടുള്ളത്. സോ ആദ്യം തന്നെ സെപ്പറബിൾ വേർബ്സ് എന്ന് വെച്ചാൽ എന്താണ്? രണ്ട് ഡിഫറെൻറ്റ് വേർഡ്സ് ഒന്നിക്കുകയാണ് ഒരു ഡിഫറെൻറ്റ് മീനിങ് കൊടുക്കാൻ. മനസ്സിലായോ? സോ രണ്ട് ഡിഫറെൻറ്റ് വേർഡാണ്. നമ്മൾ ഇംഗ്ലീഷിൽ പറയത്തില്ല ടു പുൾ അപ്പ്, ടു ഷട്ട് ഡൗൺ, ടു ടേൺ ഓൺ. സോ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ടേൺ ഒരു വാക്കാണ്, അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ തിരികെയാണ്. ഓൺ എന്ന് വെച്ചാൽ ഓൺ ചെയ്യാണ്. രണ്ടും ഡിഫറെൻറ്റ് മീനിങ് ആണ്. പക്ഷേ ഇത് രണ്ടും ചേരുമ്പോൾ വേറൊരു ഡിഫറെൻറ്റ് മീനിങ് ആണ് കൊടുക്കുക. മനസ്സിലായോ? സോ അതുപോലെ തന്നെ ജർമ്മനിലായിട്ട് വരുമ്പോൾ രണ്ട് ഡിഫറെൻറ്റ് വേർഡ്സ്, ഒരു പ്രിഫിക്സ് വേർഡും ഒരു നോർമൽ വേർബും ഒന്നിക്കുമ്പോൾ അതിൻ്റെ എൻറ്റയർ മീനിങ്ങും ചേഞ്ച് ആവുന്നു. ആ രണ്ട് വേർബും ഫോമായി ഒരു ന്യൂ മീനിങ് ആണ് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ എടുക്കുന്നത് കോമൻ എന്നാണ്. കോമൻ ഇസ് എ നോർമൽ വേർബ്. കോമൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ടു കം, വരികയാണ്. കോമൻ ഇസ് ടു കം. ഇപ്പോൾ ആദ്യത്തെ വേർഡ്, ഞാൻ ഈ വേർഡിൻ്റെ പ്രിഫിക്സ് എന്താണ് കൊടുത്തിരിക്കുന്നത് വെച്ചാൽ മിറ്റ്. സോ മിഡ് കോമൻ. മിഡ് കോമൻ എന്ന് വെച്ചാൽ ടു കം അലോങ് ഓർ ടു അക്കമ്പനി. മിഡ് കോമൻ എന്ന് വെച്ചാൽ ടു കം അലോങ് ഓർ ടു അക്കമ്പനി. ഇപ്പോൾ ഈ സെയിം വേർബിന് തന്നെ പ്രിഫിക്സ് ഞാൻ മാറ്റുകയാണ്. അൺകോമൻ. അൺകോമൻ എന്ന് വെച്ചാൽ ടു അറൈവ്. അൺകോമൻ എന്ന് വെച്ചാൽ ടു അറൈവ്. ഔസ് കോമൻ ടു മാനേജ് ഓർ ടു ഗെറ്റ് അലോങ്. ഔസ് കോമൻ എന്ന് വെച്ചാൽ ടു മാനേജ് ഓർ ടു ഗെറ്റ് അലോങ്. ഈ പറയുന്ന ആദ്യത്തെ മൂന്ന് വേർഡിലും ഞാൻ പ്രിഫിക്സ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ആദ്യത്തെ വേർഡിൽ മിഡ് കോമൻ ടു കം അലോങ് ഓർ ടു അക്കമ്പനി. രണ്ടാമത്തെ വേർഡിൽ അൺകോമൻ, മിറ്റിനെ മാറ്റിയിട്ട് അന്നായിട്ട് ഞാൻ റിപ്ലേസ് ചെയ്തു. ടു അറൈവ് എന്ന മീനിങ് ആണ് കിട്ടിയത്. ഔസ് കോമൻ എന്ന് വെച്ചാൽ ടു മാനേജ്, ടു ഗെറ്റ് അലോങ്. ഇപ്പോൾ അവസാനത്തെ വേർഡ് എന്ന് വെച്ചാൽ ഫോർ കോമൻ. ഈ പറയുന്ന ഔസിനെ റീപ്ലേസ് ചെയ്തിട്ട് ഞാൻ ഫോർ ഇട്ടാൽ ടു അക്വർ ഓർ ടു അപ്പിയർ. ഇപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഈ പറയുന്ന പ്രിഫിക്സ് നമുക്ക് സ്വന്തമായിട്ട് ഇടാൻ പറ്റുമോ? ആ പറയുന്ന വേർഡിൻ്റെ മീനിങ് നമുക്കായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? അല്ല, ഈ പറയുന്ന വേർഡ്സ് ഒക്കെ പ്രീ എക്സിസ്റ്റിംഗ് ആണ്. ഇത് മെമ്മറൈസ് ചെയ്താലേ പറ്റത്തുള്ളൂ. ഈ പറയുന്ന വേർഡ്സ് നമുക്കായിട്ട് ഒരു പ്രിഫിക്സ് ഇട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന വേർഡൊന്നും അല്ല. ഈ പറയുന്ന വേർഡ്സ് ഒക്കെ പ്രീ എക്സിസ്റ്റ് ആണ്, നമ്മൾ മെമ്മറൈസ് ചെയ്താലേ പറ്റത്തുള്ളൂ. സോ ഈ പറയുന്ന 4 വേർഡും അല്ലെങ്കിൽ ഈ പറയുന്ന കുറച്ച് വേർഡ് മാത്രം, ലിമിറ്റഡ് വേർഡ്സ് മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അല്ല. ഇതുപോലെ കുറേ വേർഡ്സ് ഉണ്ട് പ്രിഫിക്സ് മാറുന്ന, വേറെ പ്രിഫിക്സ് വെച്ച് കുറേ വേർഡ്സ് ഉണ്ട്. അത് പറയുന്ന വഴിയെ ഞാൻ പറഞ്ഞുതരാം.